ഹലോ ഗായ്സ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂകാസിൽ വേഴ്സസ് ആർസണൽ കരാബാവോ കപ്പ് സെമി ഫൈനൽ ലെഗ് 2 മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നമുക്കറിയാം, സിറ്റിക്കെതിരെ ഒരു വമ്പൻ വിജയം 5-1 ഒരു വമ്പൻ വിജയം നേടിയതിന് ശേഷം എല്ലാവരും എക്സ്പെക്ട് ചെയ്തതാണ് ന്യൂകാസിലിനെതിരെ സെൻറ്റ് ജെയിംസ് പാർക്കിലേക്ക് ചെല്ലുമ്പോൾ ഒരു തിരിച്ചടി. ഓൾറെഡി കഴിഞ്ഞ മാസം ഫസ്റ്റ് ലെഗിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് 2-0 ന്യൂകാസിൽ ആർസണൽ തോൽപ്പിച്ച് വെച്ചിരുന്നത്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സെൻറ്റ് ജെയിംസ് പാർക്കിലെ സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് സിറ്റിയെ തകർത്തിട്ട പോലെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെ ആർസണൽ സ്ക്വാഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെൻറ്റ് ജെയിംസ് പാർക്കിൽ തിരിച്ചടി കിട്ടിയില്ല. പകരം 2 കൂടി വാങ്ങുകയാണ് ചെയ്തത്. 2-0 എന്നുള്ളൊരു സ്കോർ ലൈൻ, അതായത് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് ഈ ഒരു മത്സരത്തിലും സെൻറ്റ് ജെയിംസ് പാർക്കിലും കാണാൻ സാധിച്ചത്. സോ അങ്ങനെ ടോട്ടൽ ആഗ്രിഗേറ്റ് 4-0 എന്നുള്ള നിലയിലേക്ക് എത്തി. അങ്ങനെ ന്യൂകാസിൽ ആർസണലിനെ കരാബാവോ കപ്പിൽ നിന്ന് സെമി ഫൈനൽ സ്റ്റേജിൽ ചവിട്ടി പുറത്താക്കി എന്നുള്ളതാണ്. സോ ഇനി മത്സരത്തിലേക്ക് കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ, ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ 5-4-1 ഫോർമേഷനിലായിരുന്നു ഇൻ പേപ്പർ. അവരുടെ കാര്യത്തിൽ കാര്യമായിട്ട് ചേഞ്ചസ് എന്ന് പറയാനായിട്ട് ജോലിറ്റൻ ഇഞ്ചുറി കാരണം ഈ മത്സരം മിസ് ചെയ്തായിരുന്നു. ആ ഡിഫൻസിലേക്ക് ട്രിപ്പിയറും ബോട്ട്മാനും തിരിച്ചെത്തി എന്നുള്ളതാണ് അവർക്ക് കാര്യമായിട്ട് പറയാൻ ചേഞ്ചസ് ഉണ്ടായിരുന്നത്. ഇനി ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അൺചേഞ്ച്ഡ് ആയിരുന്നു. സിറ്റി ആയിട്ട് എങ്ങനെയാണോ ടീം ഇറങ്ങി അതേപോലെ തന്നെ 4-3 ഫോർമേഷനിൽ സെയിം പ്ലേയേഴ്സ് തന്നെയാണ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങിയത്. സോ അപ്പോൾ തന്നെ ടീമിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി മനസ്സിലാക്കാമായിരുന്നു. തുടക്കം തന്നെ അറ്റാക്ക് ചെയ്യുക, തുടക്കം തന്നെ ഗോളുകൾ കണ്ടെത്തുക, ടൈ തിരിച്ചു പിടിക്കുക എന്നുള്ള ആഗ്രഹത്തോടെയൊക്കെ ആയിരിക്കും ടീം ഇറങ്ങിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതായിരുന്നില്ല ഫൈനൽ വിസിൽ മുഴങ്ങി കഴിയുമ്പോൾ റിസൾട്ടിൽ വന്നത്. സോ മത്സരം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ആർസണലിൻ്റെ ഭാഗത്ത് ഒരു പക്കാ ഡോമിനേറ്റിംഗ് പൊസിഷൻ കീപ്പിംഗ് ഫ്രീക്വൻറ്റ് അറ്റാക്കിംഗ് ഗെയിമാണ് എക്സ്പെക്ട് ചെയ്തത്. അതേപോലെ ന്യൂകാസിലിൻ്റെ ഭാഗത്തു നിന്നും ഒരു 5-man ഡിഫൻസീവ് ലൈൻ, ബാക്ക് ലൈൻ വെച്ച് അത്യാവശ്യം ആർസണലിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു ഡിഫൻസീവ് പെർഫോമൻസ് ആണ് പ്രൈമറിലി എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അതെല്ലാം തിരുത്തി കുറിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ന്യൂകാസിലിൻ്റെ കൗണ്ടർ അറ്റാക്സും കാര്യങ്ങളും. സോ പൊസിഷനും കാര്യങ്ങളൊക്കെ ആർസണലിൻ്റെ കയ്യിലുണ്ടെങ്കിലും 6ാമത്തെ നിമിഷത്തിൽ തന്നെ ന്യൂകാസിൽ ഇസാക്ക് വഴി ഗോൾ നേടിയെന്ന് എല്ലാവരും കരുതിയതാണ്. പക്ഷേ അവിടെ ഇസാക്ക് ഓഫ് സൈഡിൽ കുടുങ്ങി ചെറിയൊരു മാർജിനിൽ അദ്ദേഹത്തിൻ്റെ കൈ മുന്നോട്ട് നീണ്ടു നിന്നുണ്ടായിരുന്നു ആ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ. സോ അങ്ങനെ അതൊരു ഓഫ് സൈഡിൽ കുടുങ്ങി. ആ ഓഫ് സൈഡ് റിവീൽ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമായിരുന്നു. കാരണം ഇംഗ്ലീഷ് ലീഗിൽ പുതിയതായിട്ടൊരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണ്. VAR ഡിസിഷൻ സ്റ്റേഡിയത്തിലുള്ള എല്ലാ ഓഡിയൻസിനോടും റഫറി മൈക്കിലൂടെ വിളിച്ചു പറയുന്ന എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു ഗോൾ പിൻവലിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുത്തത് എന്നുള്ളത് ഓഡിയൻസിനോട് മൊത്തം വിളിച്ചു പറയുന്ന ഒരു പുതിയൊരു രീതിയായിരുന്നു. സോ റഫറിയായ സൈമൺ ഹൂപ്പർ ആ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം മൈക്കിൽ അത് അനൗൺസ് ചെയ്യുന്നതൊക്കെ ഒരു പുത്തൻ സംഭവമായിരുന്നു. ഓൾറെഡി എനിക്ക് MLS ഓൾറെഡി കണ്ടിന്യൂ നടത്തി പോകുന്നൊരു രീതിയാണത്. പക്ഷേ അത് ഇംഗ്ലീഷ് ലീഗിൽ കണ്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി അങ്ങോട്ട് അത് ഉണ്ടാവട്ടെ, നല്ലൊരു ഏർപ്പാടായിട്ട് തോന്നുന്നു. കാരണം റഫറീസിൻ്റെ ഡിസിഷൻ എന്തുകൊണ്ട് അത് എന്നുള്ളത് അവിടെ ചുറ്റി നിൽക്കുന്ന ഓഡിയൻസിനോട് തുറന്നു പറയുക എന്നുള്ളത് വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. സോ അതിനുശേഷം മത്സരത്തിന് കുറച്ച് നേരത്തേക്ക് ആർസണൽ ഫാൻസിന് ആശ്വാസമായി, ഗോൾ അലൗഡായി. അതിനുശേഷം മത്സരം മുന്നോട്ട് പോയി. ആർസണൽ പതിയെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 15 മിനിറ്റ് സമയത്ത് എത്തിയപ്പോഴേക്ക് ആർസണൽ 2-3 ചാൻസസ് അടുപ്പിച്ച് കിട്ടി. അതിലേറ്റവും ചാൻസ്, ഈ മത്സരത്തിലെ ഏറ്റവും ഗോൾഡൻ ആൻഡ് ക്രൂഷ്യൽ ചാൻസ് കിട്ടിയത് ആർസണലിൻ്റെ ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡഗാർഡിനായിരുന്നു. പക്ഷേ താരം ആ ഷോട്ട് പുറത്തേക്കാണ് അടിച്ചു കളഞ്ഞത് എന്ന് ഉള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് ആർസണൽ ഫാൻസിന്. മേ ബി 18ാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ പിറന്നിരുന്നെങ്കിൽ മേ ബി ഈ ഒരു റിസൾട്ട് തന്നെ മാറിപ്പോകുമായിരുന്നു. കാരണം ആ ഒരു സമയത്ത് ആ ഗോൾ വീണെങ്കിൽ ടോട്ടൽ അഗ്രിഗേറ്റ് തന്നെ 1-2 എന്നുള്ള രീതിയിലേക്ക് മാറിയാനെ മത്സരം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേനെ. ആ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നതെന്ന് പറയാൻ കാരണമാണ്, കാരണം തൊട്ടടുത്ത നിമിഷം 19ാമത്തെ മിനിറ്റിൽ ന്യൂകാസിൽ അവരുടെ ഫസ്റ്റ് ഗോൾ നേടിയ മത്സരത്തിൽ എന്നുള്ളതാണ്. ആ 18ാമത്തെ മിനിറ്റിൽ ഒഡഗാർഡ് ആ ഒരു ചാൻസ് മിസ് ചെയ്യുന്നു. 19ാമത്തെ മിനിറ്റിൽ അവിടെ ന്യൂകാസിൽ ഗോൾ നേടുകയാണ് ചെയ്തത്. സോ അതിൽ പറയുകയാണെങ്കിൽ ഒരു ലോങ് ബോൾ ആയിരുന്നു. ഡിഫൻസീവ് ലൈനിൽ സാലിബയുടെ കൂടെ കടപിടിച്ച് നിന്നത് ഇസാക്കായിരുന്നു. ഇസാക്ക് ആ പന്ത് സാലിബനെ വെട്ടിച്ചെടുക്കുന്നു, ഗോർഡനെ വെച്ച് കൊടുക്കുന്നു. ഗോർഡൻ ആ പന്ത് അപ്പം തന്നെ തിരിച്ച് ഇസാക്കിൻ്റെ റണ്ണിന് വെച്ച് കൊടുക്കുന്നു. ഇസാക്കിൻ്റെ ഒരു ഇടിവെട്ട് റണ്ണ്, ഷോട്ടും സൂപ്പറായിരുന്നു. പക്ഷെ അത് ബാറിൽ തട്ടി തിരിച്ചു വരുന്നു. സോ റീബൗണ്ട് വന്ന് എടുക്കാൻ കിട്ടിയത് ജേക്കബ് മർഫി എന്ന ന്യൂകാസിൽ പ്ലെയറിനാണ്. അദ്ദേഹം ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 19ാമത്തെ മിനിറ്റിൽ ന്യൂകാസിൽ സെൻറ്റ് ജെയിംസ് പാർക്കിൽ ലീഡ് എടുത്തു. സോ അതിനുശേഷം ആർസണലിൻ്റെ ഭാഗത്ത് നിന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പൊസിഷനെല്ലാം ആർസണലിൻ്റെ കയ്യിലുണ്ട്. സ്റ്റാറ്റ്സ് നോക്കിയാലും മനസ്സിലാവും. 2 ഹാഫിലും പൊസിഷൻ മൊത്തം ആർസണലിൻ്റെ കയ്യിൽ തന്നെയാണ്. പക്ഷേ ന്യൂകാസിലിൻ്റെ കൗണ്ടർ അറ്റാക്സും കാര്യങ്ങളും അവരുടെ റണ്ണും കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് അതിനൊരു കൗണ്ടർ വെക്കാനായിട്ട് ആർസണൽ വളരെയധികം ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. അതേപോലെ ന്യൂകാസിലിൻ്റെ മിഡ് ബ്ലോക്കും ലോ ബ്ലോക്കും വളരെയധികം എഫക്റ്റീവായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആർസണലിൻ്റെ വിങ്സിൽ നിന്ന് കാര്യമായിട്ടുള്ള ത്രെറ്റനിങ് ബോൾസും വരാഞ്ഞതും ന്യൂകാസിലിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കി. പിന്നെ ആർസണലിന് കുറച്ചും കൂടി പണി കിട്ടിയത് 37ാമത്തെ മിനിറ്റിൽ
റൈറ്റ് വിങ് കളിച്ചിരുന്ന ഗബ്രിയേൽ മാർട്ടിനെല്ലിക്ക് ഒരു ഇഞ്ചുറിയും കൂടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 10ാമത്തെ മിനിറ്റിലെ ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം താരം കളം വിട്ട് പോയി. സോ അങ്ങനെ ഈതൻ ന്യൂനറിയാണ് അദ്ദേഹത്തിന് വരെ പിന്നീടുള്ള മത്സരം കളിച്ചത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ 52ാമത്തെ മിനിറ്റിൽ ഒരു ആർസണൽ മിസ്റ്റേക്കിലൂടെ ആൻ്റണി ഗോർഡൻ വഴി ന്യൂകാസിൽ ഗോൾ നേടുകയായിരുന്നു. സോ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ബാക്കിൽ നിന്നുള്ള ഗോൾ കിക്ക് സ്റ്റാർട്ടിംഗ് ആയിരുന്നു. സോ റായയുടെ ഒരു സംഭവമായിരുന്നു. റായ പന്ത് വെച്ചു കൊടുത്തത് ഡെക്ലാൻ റൈസിനായിരുന്നു. മിഡ്ഫീൽഡിൽ നിന്ന് ബാക്കിലോട്ട് ഓടി വരുന്ന ഡെക്ലാൻ റൈസിൻ്റെ കൂടെ ഡിഫൻഡറായ ഷാർ ഉണ്ടായിരുന്നുള്ള കാര്യം ആ സമയത്ത് ഡേവിഡ് റായ ശ്രദ്ധിച്ചില്ല. സോ ഷാർ ആ പന്ത് ഡൈവ് ചെയ്തെടുക്കുന്നു, കോണ്ടാക്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, പന്ത് നേരെ ചെല്ലുന്നത് അവിടെ അറ്റാക്കിംഗ് പൊസിഷനിലായ ആൻ്റണി ഗോർഡൻ്റെ കാലുകളിലേക്കാണ്. ആൻ്റണി ഗോർഡൻ നല്ല വെടിപ്പായിട്ട് അത് പോസ്റ്റിലേക്ക് തട്ടിക്കയറ്റി എന്നുള്ളതാണ് ഡേവിഡ് റായ നോക്കിയേക്കുക. സോ അങ്ങനെ ഡേവിഡ് റായയുടെ ഒരു വലിയൊരു മിസ്റ്റേക്കിലൂടെ, ഇപ്പോൾ സിറ്റിയുള്ള മത്സരത്തിലൊക്കെ അത്രയും ക്രൂഷ്യൽ സേവുകളൊക്കെ നടത്തി മത്സരം പിടിച്ച് നിർത്തിയ താരമാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ വലിയൊരു ക്രൂഷ്യൽ മിസ്റ്റേക്ക് തന്നെ ഡേവിഡ് റായയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു. അങ്ങനെ സ്കോർ ലൈൻ 52 മിനിറ്റ് ആയിപ്പിക്കും 2-0 എന്നുള്ള നിലയിലേക്ക് എത്തി. അതിനുശേഷം ആർസണലിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് അറ്റാക്സും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ എടുത്തു പറയാനൊരു ക്ലിയർ കട്ട് ചാൻസ് കാര്യമായിട്ട് ഉണ്ടാക്കാൻ ആർസണലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ ഓഡെഗാർഡിൻ്റെ ചാൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനുശേഷം ബോക്സിനകത്ത് പ്രസൻസ് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒപ്പോസിഷൻ ബോക്സിൽ ടച്ചസ് എടുക്കാൻ ആർസണൽ പ്ലേയേഴ്സിന് കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്ലിനിക്കൽ ടച്ച് അല്ലെങ്കിൽ ബോക്സിലൊരു എക്സ്ട്രാ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് ടച്ച് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നു നേരെ ഹാവേർഡ്സിൻ്റെ സൈഡിലേക്കായിരിക്കും. പക്ഷെ ഞാൻ ഇത്തവണ ആ പ്ലെയറിനെ ഇനിയും കണ്ണും പൂട്ടി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സോ ആ ഒരു പ്ലെയറിന് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബോക്സിൽ ഒരു നമ്പർ 9 സ്ട്രൈക്കറെ പോലെ ചിന്തിക്കാൻ അദ്ദേഹം ഒരു നമ്പർ 9 സ്ട്രൈക്കർ അല്ല. സോ ഇതൊക്കെ അറിയാവുന്ന മാനേജ്മെൻറ്റ് പുതിയൊരു സ്ട്രൈക്കറെ കൊണ്ടുപോകുന്നില്ല. ജനുവരി ട്രാൻസ്ഫർ കഴിഞ്ഞു പോയി. സോ ഇനിയിപ്പോൾ ആ ഒരു പ്ലെയറെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും കണ്ടിട്ട് മറ്റൊരു സ്ട്രൈക്കറെ റീപ്ലേസ് ചെയ്യാൻ ഇപ്പോഴും ടീമിൻ്റെ കൂടെ ഒരു സ്ട്രൈക്കർ ഇല്ല. സോ ഹാവേർഡ്സിനെ തന്നെ കണ്ടെടുത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സിറ്റർ ചാൻസ് ഒന്നും അത് മിസ് ചെയ്തല്ല. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു വിത്ത് ബോൾ പ്രസൻസ് ബോക്സിലുണ്ടായ സമയത്തും കാര്യമായിട്ട് ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അതേപോലെ ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡിഗാർഡിന് മാത്രം നല്ലൊരു ദിവസമായിരുന്നില്ല. അദ്ദേഹം 60ാമത്തെ മിനിറ്റ് ആയപ്പോൾ അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. സോ അത്ര നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ദിവസമായിരുന്നില്ല. സിറ്റിക്കെതിരെ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചതിന് ശേഷം ഇനി അതേപോലെ പറയേണ്ടത് സാലിബയുടെ കാര്യമാണ്. സാലിബ കോട്ട് ബുള്ളിയിടെന്ന് പറയാം ശരിക്കും. ഇസാക്കും ഗോർഡനും, എസ്പെഷ്യലി ഇസാക്ക് മാൻ, അദ്ദേഹത്തിന് 100-150 മില്യണോ ട്രാൻസ്ഫർ ഫീ ന്യൂകാസിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആ പ്ലെയർ വെർത്താണ് എന്ന രീതിയിൽ അന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ആർസണലിനെതിരെ. അത്ലറ്റിക്സും സ്പീഡും ഷോട്ട് പവറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുട്ബോൾ ഐക്യം എല്ലാം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കും സാലിബേനെ ശരിക്കും വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു ഈ ഒരു മത്സരത്തിൽ. അതാണ് നേരത്തെ ആ ഫസ്റ്റ് ഗോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. സോ അതുപോലെ തന്നെ ഗബ്രിയേലിനും അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബ്ലണ്ടർ മിസ്റ്റേക്സ് ഗബ്രിയേലിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല. എനിവേ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ പൊസഷനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ ആർസണലിന് പറ്റിയെങ്കിലും ആ ഒരു അവസാനത്തെ ഡെലിവറി ഇൻ ടു ദ ബോക്സ് അത്ര അങ്ങോട്ട് എന്താ പറയുക ക്ലിയർ കട്ട് ചാൻസ് ആയില്ല, ഡേഞ്ചറസ് ആയില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ന്യൂകാസിലിൻ്റെ സെൻട്രൽ ഡിഫൻസ് ബോട്ട്മാനും അതേപോലെ വിങ്ങേഴ്സായ ഹാളും ട്രിപ്പിയറും എല്ലാം നല്ല രീതിയിൽ തന്നെ ആർസണലിനെ ചെറുത്തു എന്നുള്ളതാണ്. ട്രിപ്പിയറിൻ്റെ സൈഡിൽ കളിച്ചാണ് ട്രൊസാർഡ്, ആർസണലിൻ്റെ ലെഫ്റ്റ് വിങ്. വളരെയധികം എന്താ പറയുക നിരുപദ്രവമായിരുന്നു ഈ ഒരു മത്സരത്തിൽ. വലിയ കാര്യമായിട്ട് അറ്റാക്കിംഗ് ത്രെറ്റ്സ് ഒന്നും കൊണ്ടുവരാനായിട്ട് ട്രൊസാർഡ് ഈ മത്സരത്തിൽ കഴിഞ്ഞില്ല. ഇത് ന്യൂനറി വന്നെങ്കിലും മാർട്ടിനെല്ലിക്ക് വരാൻ ന്യൂനറി വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും കാര്യമായ ക്രോസസ് എല്ലാം അലക്ഷ്യമായ പല സ്ഥലത്തേക്കും പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. മിഡ്ഫീൽഡിനും കാര്യമായിട്ടൊരു അറ്റാക്കിംഗ് ഇൻപുട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. സോ ആൻഡ് ന്യൂകാസിൽ ഗോൾ കീപ്പറും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അറ്റ് ദി എൻഡ് ന്യൂകാസിൽ 4-0 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിനാണ് ആർസണലിനെ കരബാവ് കപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. ന്യൂകാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഒരു സീസൺ മുമ്പ് കരബാവ് കപ്പിൻ്റെ ഫൈനലിൽ വെംബ്ലിയിൽ എറിക് ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് കളിച്ച് തോറ്റതാണ്. സോ അവരിപ്പോൾ അഗെയിൻ വെംബ്ലിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. എഡി ഹോയിൻ്റെ ഒരു വളരെ നല്ല പെർഫോമൻസ് ആണ് അവർ ഈ സീസണിൽ എസ്പെഷ്യലി ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. പൊസഷനൊന്നും വേണ്ട, നല്ല കൗണ്ടർ അറ്റാക്കിങ്ങും നല്ല രീതിയിൽ ഡിഫൻസും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മത്സരങ്ങൾ കൂളായിട്ട് ജയിക്കാമെന്ന് അവർ നല്ല വെട്ടിപ്പായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇച്ചിരി പെട്ടാവസ്ഥയാണ്. ആഴ്ചകൾക്ക് മുമ്പ് FA കപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ, അതായത് തേർഡ് റൗണ്ടിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ട് തോറ്റ് പുറത്തായി പെനാൽറ്റിയിൽ. അതിൻ്റെ ക്ഷീണം കഴിയുമ്പോൾ അതേ ഇപ്പോൾ കരബാവ് കപ്പിൻ്റെ അവസ്ഥയും ഇതാണ്. വെംബ്ലിയിലേക്കുള്ള ടിക്കറ്റ് അവിടെ ഇല്ല. ഇനിയിപ്പോൾ ട്രോഫി ഈ സീസണിൽ നേടാൻ ആർട്ടറ്റയ്ക്ക് 2 വഴിയേ ഉള്ളൂ. ഒന്ന് പ്രീമിയർ ലീഗ്, മറ്റൊന്ന് ചാമ്പ്യൻസ് ലീഗ്. പക്ഷേ ടീമിൻ്റെ സ്ഥിതി ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ടും പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്ര അങ്ങോട്ട് പ്രതീക്ഷ ഓവർ കോൺഫിഡൻ്റ് ആവേണ്ട, കുറച്ചൊക്കെ ഹമ്പിളായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആർസണൽ ഫാൻസിന് എന്നുള്ളതാണ് പറയാനുള്ളത്. ആൻഡ് ടീമിൻ്റെ
അറ്റാക്കിങ്ങിലെ ഷോർട്ടേജ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മാർട്ടിനലി ഇഞ്ചേർഡ് ആണ്, ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വരുന്നേ ഉള്ളൂ. MRI സ്കാനൊക്കെ വേണം എന്നാണ് പറഞ്ഞിരുന്നത് ആർട്ടേറ്റ. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി വരാനുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ അറ്റാക്കിങ്ങിൽ നല്ല ഷോർട്ടേജ് ഉണ്ട്. ഓൾറെഡി സ്ട്രൈക്കർ ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ 4 മാസത്തേക്ക് എന്തായാലും ഹാവേർട്സ് തന്നെയുള്ളൂ. സോ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് എല്ലാവരും വയ്ക്കുക. സോ മത്സരങ്ങൾ വിജയിക്കുമ്പോൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതേപോലുള്ള ബാക്ക്ലാഷസ് കിട്ടുമ്പോൾ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക ആർസണൽ ഫാൻസ്, ഞാനടക്കമുള്ള ആർസണൽ ഫാൻസ് എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ. സോ ഇനി സ്പാനിഷ് ഫുട്ബോളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ റയൽ മാഡ്രിഡിൻ്റെ കോപ്പ ഡെൽ റേ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉണ്ടായിരുന്നു. ലഗാനസ് എന്ന് പറയുന്ന ടീമിനെതിരെ അവേ മത്സരമായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ. സോ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ലൂക്കാ മോഡ്രിച്ചും എൻട്രിച്ചും വഴി 2-0 എന്നുള്ള സ്കോർ ലൈനിൽ എത്തിയതാണ്. അതിനുശേഷം 2 ഗോളുകൾ അവർക്ക് തിരിച്ചു വഴങ്ങേണ്ടി വന്നു. രണ്ടും നേടിയത് ലഗാനസിൻ്റെ ജുവാൻ ക്രൂസ് എന്ന് പറയുന്ന പ്ലെയർ ആയിരുന്നു. സോ അതിനുശേഷം 90 മിനിറ്റിന് ശേഷം 93-ാമത്തെ മിനിറ്റിലാണ് ഗോൺസാലോ ഗാർഷ്യ എന്ന കാസ്റ്റില പ്ലെയർ വഴി റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നതും മത്സരം വിജയിക്കുന്നതും. സോ ഇപ്പോൾ അവർ കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി അടുത്ത് തന്നെ വരുന്നത് റയൽ മാഡ്രിഡിന് ദ മാഡ്രിഡ് ഡെർബിയാണ്. സോ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരമാണത്. സോ ലെറ്റ്സ് സീ അബൌട്ട് ദാറ്റ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. ആൻഡ് ആർസണലിൻ്റെ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആർസണൽ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള മത്സരങ്ങൾ, ഇനി ആർസണലിൻ്റെ ട്രോഫി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കാം കേട്ടോ. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.